ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിന്റെ 350ാമത്തെ സെഷനിലേക്ക് നല്ല ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണല്ലോ. അവിടുത്തെ ഹൃദയപൂർവ്വം നന്ദി പറയാം. അവിടെ നമ്മുടെ മേൽ ചൊരിയുന്ന എല്ലാ വചന വെളിച്ചവും ആത്മീയ ബോധ്യങ്ങളും ദൈവിക ജ്ഞാനവും ഒന്നുപോലെ അവഗണിച്ചു പോകാതെ അതിനെ സ്വയം വിട്ടുകൊടുത്തുകൊണ്ട് അതനുസരിച്ച് ജീവിക്കാൻ കൃപ അവിടുന്ന് എപ്പോഴും തരാൻ തയ്യാറാണ്. പ്രാർത്ഥന വഴി അത് കൃപ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുത്തുകൊണ്ട് അങ്ങനെ മുന്നേറാനുള്ള ആ ഒരു അനുഗ്രഹം നമുക്ക് എളിമയോടെ ഈ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ പെന്തക്കോസ്തായുടെ ഒരുക്കത്തിന്റെ 7ാമത്തെ ദിവസവും കൂടിയാണല്ലോ. കഴിഞ്ഞ സെഷൻ 6ാം ദിവസം മുതൽ നമ്മൾ പറയുകയുണ്ടായി, നമ്മളൊരു നട്ടുവളർത്തലിന്റെ പടുത്തുയർത്തലിന്റെ ശൈലിക്ക് വന്നിരിക്കുകയാണ്. അന്ത്യകാല അഭിഷേകം ആദ്യകാല അഭിഷേകത്തിന്റെ വീണ്ടെടുക്കലാണ് എന്ന് നമ്മൾ കഴിഞ്ഞ സെഷനിൽ കാണുകയുണ്ടായി. അതിൻ്റെ ഒരു നഷ്ടകാല അനുഭവം, അതാണ് ശരിക്കും നരകരാജ്യത്തിന്റെ പിടിയപ്പെട്ട മനുഷ്യർക്കായിട്ട് പ്രതീക്ഷ നഷ്ടം മുതൽ ഈശോ വരെയും പെന്തക്കോസ്താവ് വരെയും കിടന്നിരുന്നത്, അവകാശം പോലെ കിടന്നിരുന്നത് ദയനീയമായ നരകരാജ്യ അനുഭവം. ദൈവരാജ്യ അനുഭവത്തിലേക്ക് കടന്നു വരാത്ത വ്യക്തികൾ ഇന്നും തുടരുന്ന അനുഭവത്തിൽ കൂടിയാണ്. അപ്പൊ ഈ അവസാന നാളുകൾ, അപ്പൊ ആ ഒരു അനുഭവം നമ്മൾ അതിൽ അല്പം ഒന്ന് കാണുകയുണ്ടായി കഴിഞ്ഞ സെഷനിൽ. പെന്തക്കോസ്തായ്ക്കോട് നമ്മൾ ഒരുങ്ങുമ്പം ഈ ഒരു ഉന്നം വേണം നമുക്ക് വെക്കാൻ. പെന്തക്കോസ്താ തിരുനാളിൽ എന്ത് സംഭവിക്കണം? നമ്മൾ ദിവസം കൊണ്ട് പരിശുദ്ധാത്മാവ് വരണം, പിന്നെ അഭിഷേകം ജ്വലിക്കണം, പിന്നെ പ്രാർത്ഥന, പിന്നെ വരങ്ങൾ, അങ്ങനെ അതുകൊണ്ടൊക്കെ തീരാനുള്ളതല്ല. നമ്മൾ കഴിഞ്ഞ പറഞ്ഞ ഓർമ്മിക്കുകയാണ്. നമുക്ക് ഈ അവസാന നാളുകളിൽ തമ്പുരാൻ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തണം. അത് ദൈവരാജ്യ അനുഭവമാണ്. ദൈവരാജ്യം അനുഭവിച്ച ദൈവത്തിന്റെ ആത്മാവ് ഭരിക്കുന്ന, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വരുമ്പം ദൈവത്തിന്റെ മനസ്സ് നമ്മൾ അറിയുന്നു, ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കുന്നു. അതനുസരിച്ച് ദൈവത്തോടെ കൂട്ടായ്മയും ആദോപയും ജീവിച്ചവരെ നമുക്ക് ജീവിക്കാൻ അടുപ്പം കിട്ടുന്ന വിശുദ്ധരായ വ്യക്തികളൊക്കെ ഭൂമിയിൽ തന്നെ അത് ആർജിച്ചവരും അനുഭവിച്ചവരുമാണ്. മറ്റുള്ളവരെല്ലാവരോടുമുള്ള വലിയ അടുപ്പം അനുഭവമാകുന്നു. പിന്നെ പകർച്ച, വിമർശനം, കുറ്റപ്പെടുത്തലും ഒന്നും ഉണ്ടാകുന്നില്ല. തലേന്നില്ല മതി വെച്ച് കടന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് കയറി വരുന്നു. തങ്ങളെപ്പറ്റി തന്നെ നല്ല വിശുദ്ധിയുടെ ഒരു അവബോധം, പ്രസാദപരത്തിന്റെ വിശുദ്ധിയുടെ വസ്ത്രം ലഭിക്കുന്നു. ആദോവയും നഗ്നരായിരുന്നു, പക്ഷെ അവർക്ക് ലജ്ജയില്ല, അസ്വസ്ഥതയില്ല, ഒന്നുമില്ല. കാരണം ആ ഒരു തരത്തിൽ ജടികമായ ഒരു അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു സ്വാധീനമോ പരിഗണനയോ ഒന്നും അവരെ ഏശിയിരുന്നേ ഇല്ല. അങ്ങനത്തെ ഒരു തരത്തിലേക്ക് ഉയർന്നു വരുന്ന എന്തുമാത്രം വിശുദ്ധർ നമുക്കിടയിൽ, നമുക്ക് പിന്നെ കടന്നുപോലും നമുക്കിടയിൽ തന്നെ ഉള്ളവരൊക്കെ ഉണ്ട്. പ്രപഞ്ചം മുഴുവനോട് അടുപ്പം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതാണ് ഈ അവസാന നാളുകൾ എന്ന് പറയുമ്പം നമ്മൾ വചനത്തിൽ കാണുന്നത്. നമ്മൾ ഈ ഒരു സെഷനിൽ, നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഈ ചിന്തയിൽ കണ്ട ഒരു ആശയമുണ്ടല്ലോ. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 17ാമത്തെ അധ്യായത്തിൽ പൗലോസും അപ്പസ്തോലന്മാരും ഒക്കെ
തെസ്സലോനിക്കയിൽ സുവിശേഷം പ്രസംഗിച്ച് എത്തുന്ന അവസരത്തിൽ അവിടെ ശക്തമായിട്ട് ഇങ്ങനെ പ്രഘോഷണം നടത്തി. അതേപ്പറ്റി അസൂയ പൂണ്ട ചില യഹൂദര് പല ആൾക്കാരെ വിളിച്ചു കൂട്ടി ഇവർക്കെതിരെ ഒരു ബഹളം ഉണ്ടാക്കുന്ന രംഗമുണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും 6-ാം വാക്യം പറഞ്ഞു, അവരെ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ ജാസനെയും മറ്റു സഹോദരന്മാരെയും, ജാസന്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്, അപ്പൊ അവിടെ കയറി തള്ളിക്കയറി തപ്പിയിട്ട് ഇവരെ കിട്ടിയില്ല. അങ്ങനെ ഇവരെ വലിച്ചു വെച്ചുകൊണ്ടെന്ന് വിളിച്ചു പറഞ്ഞു, ലോകത്തെ തലകീഴ് മറിച്ച ഈ മനുഷ്യർ ഇതാ ഇവിടെയും വന്നിരിക്കുന്നു. ജാസൻ അവർക്ക് ആതിഥ്യം നൽകി. യേശു എന്ന മറ്റു രാജാവിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും സീസണിന്റെ കൽപ്പനക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇതാണ്, ലോകത്തെ തലകീഴ് മറിച്ച ഈ മനുഷ്യർ, ഇത് നമ്മുടെ അപ്പസ്തോലന്മാർക്ക് ലഭിച്ച വളരെ മനോഹരമായ ഒരു വിശേഷണമാണ്. തലകീഴ് മറിച്ചവരാണ് അവർ, മറിക്കാനായിട്ട് ശ്രമിച്ചവരാണ്, അത് വിജയിച്ചവരാണ് ഒരു പരിധി വരെ എന്ന് പറയുമ്പോൾ അതിലാദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവര് തന്നെ തലകീഴ് മറിഞ്ഞവരായിരുന്നു. ഈ തലകീഴ് മറിയുക എന്ന് പറഞ്ഞിട്ട് വേണ്ടാത്ത കാര്യമല്ല നമുക്ക് പെട്ടെന്ന് തോന്നാം, തല നേരെ നിൽക്കണ്ടേ. പക്ഷെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ തലകീഴ് മറിയുക എന്ന് വെച്ചാൽ കീഴ്മേൽ മറിയുക. ചിലപ്പോൾ ആ ഒരു വാക്കായിരിക്കും കുറച്ചുകൂടെ കറക്റ്റ്. മലയാളത്തിന്റെ വാക്ക് പദ സൂചന വെച്ച് നോക്കുമ്പോൾ കീഴ്മേൽ മറിയുക, ചില അടിയിൽ കിടന്ന ഭാഗം മുകളിലേക്ക് വരിക, മുകളിൽ കിടന്ന ഭാഗം അടിയിലേക്ക് പോവുക, അതാണ് കീഴ്മേൽ മറിയുക. തലമേൽ മറിച്ച എന്ന് പറയുമ്പം വിവർത്തനത്തിന്റെ ഗ്രീക്ക് ഭാഷയൊന്നും ഞാൻ പഠിച്ച് നിരീക്ഷിച്ചില്ല, നോക്കിയില്ല. പക്ഷേ ഈ തല മേൽ തലകീഴ് മറിച്ച എന്ന് പറയുമ്പോൾ തല മുകളിൽ നിൽക്കേണ്ടതാണ്, തലയെ താഴെയാക്കി കളഞ്ഞു. അത് ശരിക്കും അങ്ങനെയല്ല. ഈ തലകീഴ് മറിഞ്ഞു പോയ സംഭവം നടന്നത് ഉൽപ്പത്തി 3-ലാണ്. ഇവിടെയാണ് സർപ്പം വന്ന് ആദത്തെ ഹവ്വയെയും പാപത്തിൽ വീഴ്ചപ്പോഴാണ് തല കീഴായി പോയത്. മനുഷ്യന്റെ യഥാർത്ഥ അവസ്ഥ മറിഞ്ഞുപോയി. അതുവരെയും ആത്മീയമായ അഭിരുചികളും ആത്മീയമായ അനുഭവവും ആത്മീയമായ നിറവിന്റെ അവസ്ഥയുമായിരുന്നു അവരുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നിരുന്നത്. 1-ാം സ്ഥാനത്ത് ദൈവത്തിന്റെ സാമീപ്യം, വിശുദ്ധിയുടെ വസ്ത്രം പ്രസൂപിച്ചില്ലേ, പരസ്പരമുള്ള വലിയ ആത്മീയ കൂട്ടായ്മ, അങ്ങനെ ആത്മീയതയുടെ നിറവായിരുന്നു 1-ാം സ്ഥാനത്ത് അല്ല തല. 2-ാം സ്ഥാനത്ത് അതിനെ ശുശ്രൂഷിച്ചുകൊണ്ട് സഹായിച്ചുകൊണ്ടുമാണ്, സേർവ് ചെയ്തുകൊണ്ടാണ് ജഡം നിന്നിരുന്നത്. ശരീരവും ഭൗതിക സാഹചര്യം എല്ലാം ഇതിനെ ശുശ്രൂഷിക്കുന്നതായിരുന്നു. ആ അവസ്ഥയാണ് സർപ്പം വന്ന് ഹവ്വയെ ഈ പഴം കാണിച്ച് പറഞ്ഞ് കൊതിപ്പിച്ച് അഭികാമി വന്ന് വെച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഈ ജഡികമായ താല്പര്യങ്ങൾക്ക് 1-ാം സ്ഥാനം കൊടുത്തപ്പം തമ്പുരാന്റെ വചനത്തിന്റെ അനുശാസന ആത്മീയമായ കാര്യങ്ങൾ അടിയിലേക്ക് പോയി. ബോട്ട് മലക്കം മറിഞ്ഞെന്ന് പറഞ്ഞ പോലെയാണ്, കീഴ്മേൽ മറിഞ്ഞു. അല്ല, വണ്ടിയൊക്കെ വഴിയെ പോകുമ്പോൾ തല കീഴായിട്ട് മറിഞ്ഞു. നിരത്തൂടെ ഓടേണ്ട ചക്രം ഇതാ മുകളിലേക്ക് നീ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അപ്പൊ വണ്ടിക്ക് ഇവര് പോകത്തില്ല എന്ന് പറഞ്ഞ് തലകീഴ് മറിഞ്ഞു. ആ മറിച്ചിട്ട് നടന്നത് പരദീസയിലാണ്, ഉൽപ്പത്തി 3-ലാണ്, ആദ്യത്തെ പാപത്തിന്റെ അവസരത്തിലാണ്. അങ്ങനെ തലകീഴ് മറിഞ്ഞു പോയ മനുഷ്യ ജീവിതത്തെ വീണ്ടും തല മുകളിലേക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ വന്നത്. എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് കാണിച്ചു തരാൻ. ഇതാ മനുഷ്യൻ, ഹോമോ, ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. പിലാത്തോസ് പോലും അതുവഴി മാതൃകയായിട്ട് ഈശോ കാണിച്ചു, ഇതാ മനുഷ്യൻ, ഇതാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. ആ ഈശോ എങ്ങനെയായിരുന്നു? പിതാവുമായുള്ള നേരിട്ടുള്ള ആഴപ്പെട്ട ബന്ധം, പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ, സാത്താനെ നിർത്തൻ്റെ അടുത്ത് നിർത്തി എല്ലാവരെയും സ്നേഹിച്ചു, എല്ലാവരും ചേർത്ത് വെച്ചു, ദൈവത്തിന്റെ കാര്യങ്ങൾ കൊണ്ട് ഉള്ളു നിറഞ്ഞിരുന്നു, ദൈവികമായ കാര്യങ്ങൾ എപ്പോഴും പങ്കുവെച്ച് പകർന്നു കൊടുത്തു, ആരെയും വെറുത്തില്ല, ആരെയും വിധിച്ചില്ല, ആരെയും മാറ്റി നിർത്തിയില്ല, ഏറ്റവും നിസ്സാരരെയും സഹിക്കുന്നവരെയും പാപികളെയും വ്യഭിചാരികളെയും റോമാക്കാരെയും വിജാതിരെയും എല്ലാം സ്വീകരിച്ച് ചേർത്ത് പിടിച്ചു. അങ്ങനെ അതാണ് ദൈവരാജ്യ അനുഭവം. ഇതാണ് തല നേരെയാകുന്ന അവസ്ഥ. ഇങ്ങനെ തല നേരെയാക്കാനുള്ള ദൗത്യമാണ് ഈശോ അപ്പസ്തോലന്മാരെ ഏൽപ്പിച്ചത്. തല കീഴ് മറിഞ്ഞു പോയത് തല വീണ്ടും നേരെയാക്കുക. ആ ഒരു മാറ്റം വലിയൊരു മാറ്റമാണ്. അത് സാധാരണക്കാരുടെ ചിന്തയ്ക്ക് ചേരുന്നതല്ല. നമ്മളതുകൊണ്ടാണ് കഴിഞ്ഞ ശേഷം സൂചിപ്പിച്ചില്ലേ, ഈശോ വന്ന് പ്രഘോഷിക്കുമ്പോൾ പറയുന്നത്, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗ്ഗരാജ്യം നിങ്ങളുടേതാണ്. ദരിദ്രരോ, പഞ്ഞം കിടക്കുന്നവർ, അവർക്ക് തന്നെ ഭാഗ്യം ഇരിക്കുന്നത്. അതാ ലോകത്തിന്റെ രീതി. ആ തലകീഴ് മറിഞ്ഞു പോയ അവസ്ഥയാണ്. ആത്മാവിൽ ദരിദ്രർ, ഭൂമിയിലെ
ഭൗതിക വസ്തുക്കളിലോ സ്ഥാനമാനങ്ങളിലോ സമ്പത്ത് കാര്യങ്ങളോ ഒന്നും സമ്പാദ്യം അടിസ്ഥാനം ആശ്രയം വെക്കാൻ ഇടവരാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നീങ്ങുന്ന വ്യക്തിയാണ് അരൂപിയിൽ ദരിദ്രരായവർ. എല്ലാ കാര്യം ആരോഗ്യമുണ്ട്, ശരീരമുണ്ട്, സമ്പത്തുണ്ട്, വീടുണ്ട്, പറമ്പുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതിനൊന്നും അല്ല ആശ്രയം. ഇതിനെല്ലാം നടുവിൽ ദൈവം ഇല്ലെങ്കിൽ ഒന്നുമല്ല. ആ ബോധ്യമുണ്ട്. അപ്പൊ അതാണ് ആത്മാവിൽ ദരിദ്രം. എല്ലാത്തിൻ്റെ നടുവിലും ഒന്നിനോട് ഒട്ടാതെ ദൈവത്തെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വ്യക്തി. അതിന് ബാക്കി പിന്നെ അഷ്ടഭാഗ്യങ്ങൾ എല്ലാം നമുക്കറിയാം. ലോകത്തിന്റെ രീതിക്ക് നിരക്കാത്തൊരു മലക്കം മറിച്ചിലാണ്, ഒരു തകിടം മറിച്ചിലാണ്. അതിനുശേഷം പറയുകയുണ്ടായി, ജെറമ്യായെ വിളിച്ചപ്പോൾ തമ്പുരാൻ പറഞ്ഞു തകിടം മറിക്കണം. അങ്ങനെ തകിടം മറിക്കാൻ ജെറമ്യ നോക്കി അന്ന്. അന്നത്തെ രാജാവും ജനങ്ങളും എല്ലാം വിഗ്രഹത്തെ ആരാധിച്ചു. വേറെ രീതിയിൽ പോയപ്പോൾ ഒരു തകിടം മറിക്കാനാണ് നോക്കിയത്. പക്ഷെ അവര് ജെറമ്യയെ തകിടം മറിച്ചു, പിടിച്ചു കെട്ടി പൊട്ടക്കണ്ടി ഇട്ടു, അറസ്റ്റ് ചെയ്തു, കൊല്ലാൻ നോക്കി, അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ അത് ആ തകിടം മറിക്കല് ദൈവം ആഗ്രഹിച്ചവർ വിജയിച്ചില്ല. അതുകൊണ്ടാണ് ജനത മുഴുവൻ അടിമത്തത്തിലേക്ക് പോയത്. അത് അന്നത്തെ കാര്യം. അപ്പൊ ഈശോ വീണ്ടും ഭൂമിയിലേക്ക് വന്നിട്ട് തല നേരെയാക്കിക്കൊണ്ട് ഒരു മനുഷ്യൻ ജീവിക്കേണ്ട പോലെ ജീവിക്കാനായിട്ട് പരിശ്രമിച്ചു. അതിന് വിജയിച്ചു. അതിന്റെ പ്രബോധനമാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. പറയുന്നുണ്ട്, ലൂക്കായും പറയും, ലൂക്കാസ് വിശേഷണത്തെ പറ്റി ഈശോയുടെ പ്രബോധന ഹൃദയം പറയും, സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം. ഇതാരാ എന്ന് പറയുന്നത്? അല്ല, മനുഷ്യൻ ആർക്കാ ലോകത്തിന്റെ വഴിയിൽ എങ്ങനെ ചിന്തിക്കാൻ പറ്റും? സമ്പത്ത് കെട്ടിയാൽ എല്ലാമായി. പണത്തിന്റെ മീതെ പരുന്ത് പോലും പറക്കില്ല. നാണം കെട്ടും പണം ഉണ്ടാക്കിയാൽ ആ പണം നാണക്കേട് തീർത്തോളൂ എന്നൊക്കെ പറയുന്ന പഴച്ചൊല്ലുകളൊക്കെ അതാ ലോകത്തിന്റെ വഴി. അത് തല കീഴായി പോയതാണ്. ആത്മീയതയെ അടിക്കൊണ്ട് കുഴിച്ചു മൂടിയിട്ട് ഭൗതികതയെ, ജഡികതയെ പൊക്കിപ്പിടിച്ചു. അങ്ങനത്തെ അവസ്ഥയാണ്. അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലോകം. തലകീഴ് മറിഞ്ഞു പോയി. അതിനെ തിരിച്ചാക്കി ആത്മീയതയ്ക്ക് ഒന്നാം സ്ഥാനം, ദൈവത്തിന് ഒന്നാം സ്ഥാനം, സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കാൻ, ദൈവത്തെ ആത്മാവ് കൊണ്ട് നിറയാൻ, എല്ലാവരും സഹോദരനെ സ്നേഹിക്കാൻ. അത് ഈശോ കാണിച്ചു തന്നത്. അതുകൊണ്ടാണ് ഈശോ കുരിശിലേക്ക് പോകുമ്പോൾ ആൾക്കാർ ചോദിക്കും, ഇതെന്തേ നീ മറ്റുള്ളവരെയൊക്കെ ഉയർപ്പിച്ചല്ലോ, രക്ഷിച്ചല്ലോ, സ്വയം രക്ഷിക്കാത്ത എന്തേ? നീ കുരിശിൽ ഇറങ്ങി വന്നേ. ആർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇവരെന്തിനാ മരിക്കുന്നത്? ഇവർ ഒരു മണ്ടനാണോ, പൊട്ടനാണോ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആക്ഷേപങ്ങളൊക്കെ ദൈവമനുഷ്യകഥയ്ക്കകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈശോ അറസ്റ്റ് ചെയ്യപ്പെടുന്ന രംഗം വരുമ്പോൾ അപ്പസ്തലന്മാർ പലരും ഈശോയെ ചീത്ത വിളിക്കുന്ന പോലെ ഇടറി. അതിനു മുമ്പ് തന്നെ അവർ ഇടറുന്ന പല രംഗങ്ങൾ പറയുന്നുണ്ട്. അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. രക്ഷപ്പെടാനായിട്ട് നോക്കുന്നില്ല. 12 പേരുണ്ട്, 12 പേര് അത്രയും പേര് വെച്ച് പൊരുത്ത അവസാന ശ്വാസം വരെ. അതല്ല ഈശോ പറയുന്നത്, ഇതാ ഞാൻ, എന്നെ അറസ്റ്റ് ചെയ്തു. ഇതെന്ത് പരിപാടിയാ? നീ നിന്നെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു നോക്കും, നീ ഞങ്ങളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പസ്തലന്മാർ കുറെ ചീത്ത പോലെ പറയുന്നതായിട്ട് മലയാളത്തെ കേട്ടിട്ട് അതൊന്നും എഴുതുന്നില്ല. പറയുകയാണ്, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവസംഗതിക്കകത്ത് അപ്പസ്തലന്മാർ പറയുന്ന കേട്ടിക്ക് വല്ലാത്ത വിഷമം, ഞാൻ ഒന്നും കുറിക്കുന്നില്ല, എനിക്ക് കുറിക്കാൻ പറ്റിയല്ല എന്ന് അവരെഴുതുകയാണ്. അതുപോലുള്ള അനുഭവം അപ്പസ്തലന്മാർക്ക് ഉണ്ടായതിന്റെ കാരണം അവർ പ്രതീക്ഷിച്ച പോലെ അല്ല, ലോകം പ്രതീക്ഷിച്ച പോലെ അല്ല ഈശോ പെരുമാറുന്നത്. മിശിഹ രക്ഷിക്കാൻ വന്നവൻ റോമക്കാരനെ രക്ഷിക്കും, ഇസ്രായേൽ രാജ്യം പുനഃസ്ഥാപിക്കും. അവിടെ ഒന്നാം സ്ഥാനം, ഒന്നാം മന്ത്രി, രണ്ടാം പ്രധാനമന്ത്രി, എടുത്ത് മറുതിരിക്കാനുള്ള സ്ഥാനം, ഇതൊക്കെയാണ് അപ്പസ്തലന്മാരുടെ മനസ്സിലുണ്ട്. അത് ലോകത്തിന്റെ രീതിയാണ്, തലകീഴായി പോയ ചിന്താഗതിയാണ്. അതിനെ ഈശോ തിരുത്താൻ നോക്കുകയാണ്. കഴുതപ്പുറത്ത് കയറി വരുമ്പോഴും കുരിശിലേക്ക് സ്വയം വിട്ടുകൊടുക്കുമ്പോഴും സ്വയം രക്ഷിക്കാനായിട്ട് തൻ്റെ പവർ, ദൈവികമായ പവർ ഇവരെയൊക്കെ തുരത്തിക്കളയാൻ ഉപയോഗിക്കാതെ മരണത്തിന് വിട്ടുകൊടുക്കുന്നു, പെടഞ്ഞ് മരിക്കുന്നു. ഇതൊക്കെ വേറൊരു വശമാണ്. അപ്പൊ തലകീഴ് അല്ലെങ്കിൽ കീഴ്മേൽ മറിഞ്ഞ് തല കീഴായി പോയതിനെ വീണ്ടും മുകളിലേക്ക് വെച്ച് ദൈവത്തിനും ആത്മീയ ജീവിതത്തിനും ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിച്ച പ്രഥമ വ്യക്തിയാണ് ഈശോ. അത് കണ്ട് ബോധ്യപ്പെട്ടിട്ട് ആ വഴി ഇറങ്ങി അടുത്തയാള് നമ്മൾ കാണുന്നു അപ്പസ്തലന്മാരെല്ലാം സ്റ്റെഫാനോസ്. നമ്മൾ സ്റ്റെഫാനോസിനെ പറ്റി കണ്ടതാണ്, നമ്മൾ ഇത് ചിന്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിപ്പ്, ഈ ആക്രോശിച്ചുകൊണ്ട് കല്ലെറിയാൻ വരുന്നവരും അവരുടെ ഒന്നും മുമ്പിൽ അങ്ങേര് മറിഞ്ഞു വീഴുന്നില്ല, ഭാരം കയറുന്നില്ല. അങ്ങേര് ഇങ്ങനെ ഒരു മലാഖയുടെ മുഖത്തോടു കൂടെ ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞു, പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ്, കണ്ടോ? അതാണ് ഈ അവസാന നാളുകളുടെ അനുഭവം. ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്നു. ഇപ്പൊ ജഡത്തിന്റെ കാര്യങ്ങൾക്കല്ല, ഈ ലോകത്തിന്റെ ജീവിതത്തിനല്ല. 1 കൊരിന്ത്യർ 15 പറഞ്ഞതുപോലെ ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ യേശു ക്രിസ്തു പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ ഏറ്റവും നിർഭാഗ്യരാണ്. കാരണം നമ്മൾ വീണ്ടും തലകീഴായിട്ട് നടക്കുന്നത്. തല മുകളിലേക്ക് കൊണ്ടുവന്നേ ആത്മീയ കാര്യം ഒന്നാം സ്ഥാനം കൊടുക്കുക. അത് ഈശോ പറഞ്ഞത്, ശരീരത്തെ കൊല്ലുന്നവരാണെങ്കിലും നിങ്ങൾ പേടിക്കണ്ട, വിട്ടുകൊടുത്തേരെ. അപ്പൊ അങ്ങനെ തല നേരെയാക്കിയവരാ രക്തസാക്ഷികൾ എല്ലാവരും. അപ്പസ്തലന്മാര്, അവർക്ക് ശരീരം, അതിന്റെ ആയുസ്സോ സുഖമോ ഒന്നും അവർക്ക് വിഷയമല്ല. കാരണം അത് 2ാം സ്ഥാനത്തുള്ളതാണ്. ഈ ശരീരവും വസ്തുവകകളും കാര്യം അപ്പസ്തലന്മാർ ആദ്യ നാളുകളിൽ ഉണ്ടായിരുന്ന എല്ലാം വിറ്റുകൊണ്ട് അപ്പസ്തലന്മാരെ ഏൽപ്പിച്ചു അനേകരും. എന്തുകൊണ്ടാണ്? അവർക്ക് മനസ്സിലായി
ഇത് ഈ ഭൗതികമായ കാര്യങ്ങൾ ആത്മീയമായ കാര്യത്തിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അതിന് ശുശ്രൂഷിക്കാൻ ഉപകാരപ്പെടുത്തില്ലെങ്കിൽ ഒരു ഉപകാരമില്ല. പോഷനായ ധനികൻ ഉപേക്ഷ പറയുമ്പോൾ അതിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? ഇതെല്ലാം ആർക്കുള്ളതാ? ഇതെല്ലാം വഴി ഈശോ തല നേരെയാക്കാനാണ് നോക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതിലേക്ക് കയറി വന്നു അപ്പസ്തലന്മാര്. ഈ സ്റ്റെഫാനോസ് അതിന്റെ ഒന്നാം ഒരു താഴത്തെ രക്തസാക്ഷിയായിട്ട് വന്ന് വിജയിച്ചു. പിന്നെ അനേക രക്തസാക്ഷികൾ, അങ്ങനെ വിശുദ്ധര്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചതായ ഫാത്തിമയിലെ കുഞ്ഞുങ്ങള്, നമ്മൾ പറഞ്ഞില്ലേ, മാതാവ് സ്വർഗത്തിൽ നിന്ന് വന്ന് അവരെ നേരിട്ട് പറഞ്ഞ് ഒരുക്കി. പെന്തക്കോസ്തായാലും ഈശോയുടെ സ്വർഗാരോഹണത്തിനെന്ന് പറഞ്ഞു. സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുന്നവരായ അപ്പസ്തലന്മാരെ ഈശോ മാറ്റി സ്വർഗാരോഹണത്തിന്റെ അവസ്ഥയില് അപ്പസ്തലന്മാർ ഒന്നാമത്തെ സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. പക്ഷെ പിന്നെയും നോട്ടം മാറിപ്പോയി മനുഷ്യർക്ക്. ലോകത്തിന്റെ കാര്യം, ആ കാര്യം, ഈ കാര്യം എല്ലാം. വീണ്ടും അവരെ സ്വർഗത്തിലേക്ക് നോക്കുന്നവരാക്കാൻ ദൈവം ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ഇടപെടലിന്റെ ശക്തമായ ഒരു അവസരമാണ് ഫാത്തിമയിൽ മാതാവ് വന്നത്. ആ കുഞ്ഞുങ്ങളെ വിളിച്ച് അവരെ സ്വർഗത്തിലേക്ക് നോക്കാൻ. എവിടുന്നാ ചേച്ചി വരുന്നത് എന്ന് ചോദിക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന്. സ്വർഗം അതെവിടെയാ? ഞങ്ങളെ കൊണ്ടുപോകുമോ? അവിടെ ആരൊക്കെയാ ഉള്ളെ? കണ്ടോ, കുഞ്ഞുങ്ങളുടെ ഉള്ളത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തി, സ്വർഗീയമായ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു, ബോധ്യപ്പെടുത്തി, നരകത്തിന്റെ അപകടം കാണിച്ചു കൊടുത്തു. നമ്മളതേപ്പറ്റി ചിന്തിച്ചാൽ നല്ലപോലെ ആ കുഞ്ഞുങ്ങൾ എന്തുമാത്രം സ്വർഗീയരായിട്ട് മാറി. അവരുടെ അഭിരുചികളും രീതികളും എല്ലാം എന്തോരം മാറി. നമ്മൾ 11-ാം തീയതിക്ക് മുമ്പുള്ള ദിവസങ്ങൾ ശ്രദ്ധിച്ച കാര്യം ഒന്ന് ഓർമ്മിച്ച് നോക്കിക്കേ. ആ പിള്ളേരുടെ രീതി എന്തുമാത്രം മാറിപ്പോയി. അവർക്ക് കളിയില്ല, ചുമ്മാ ബഹളമില്ല, എന്നതാ ശാപ്പാട് തീറ്റയും ബഹളം, അങ്ങനത്തെ വിനോദങ്ങളൊന്നുമില്ല. അവര് തല നേരെയായി. അപ്പോഴെന്താ? പ്രാർത്ഥന വഴി ദൈവത്തോട് ചേർന്ന് ആത്മീയതയിൽ ജ്വലിച്ച്, സഹനം, രോഗം, മരണം, വലിയ തുറന്ന മുറിവായിട്ട് ജസീന്ത മാസങ്ങൾ കഷ്ടപ്പെടുന്നു. ഒരു പ്രശ്നമില്ല, ഒറ്റയ്ക്ക് പ്രശ്നമില്ല. കണ്ട, തല നേരെയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അസിസി പുണ്യവാൻ തല നേരെയായ വ്യക്തിയായിരുന്നു. അപ്പോഴദ്ദേഹം പലതും ദൂരെ കളഞ്ഞു. അപ്പൻ്റെ ഇത് കിട്ടിയ സ്വത്തും അവകാശമായിട്ടുള്ളതും കളഞ്ഞു. വസ്ത്രം പോലും ഊരിക്കൊടുത്തു. സ്വർഗസ്ഥനായ പിതാവിനെ പിടിച്ചുകൊണ്ട് ഇറങ്ങി, നഗ്നനായിട്ട് ഇറങ്ങി, മദ്രാസിൽ ചാക്കിട്ടു പൊതിഞ്ഞു. അങ്ങനെ ജീവിച്ചു ഈ ഭൂമിയിൽ. തല നേരെയായ മനുഷ്യൻ. വിശുദ്ധരെയൊക്കെ നോക്കിക്കേ. ഇങ്ങനത്തെ ഒരു കീഴ്മേൽ മറിയുന്ന അനുഭവത്തിലേക്ക് ഒരു വ്യക്തി സ്വയം ആദ്യം തന്നെ കയറി വരണം. പെന്തക്കോസ്ത് തിരുനാളില് അതാണ് അപ്പസ്തലന്മാർക്ക് സംഭവിച്ചത്. ഒരു കീഴ്മേൽ മറിഞ്ഞു. അതുവരെ ചിന്തിച്ചവരല്ല പിന്നെ ചിന്തിക്കുന്നത്. അതുവരെ ആയിരുന്ന പോലെ അല്ല അവർ പിന്നെ ആയിരിക്കുന്നത്. ഒരു പുതിയ മനുഷ്യരായി. പത്രോസ് അപ്പസ്തലൻ യഹൂദ അധികാരിയുടെ മുമ്പിൽ പോലും തല്ലുമെന്ന് പറഞ്ഞിട്ടും തല്ലിയിട്ട് പോലും പിന്നെ പോയി ഈശോയെ പ്രഘോഷിച്ചു. തല്ലും എടുക്കുന്നത് സന്തോഷിച്ചതാണ് വായിക്കുന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ടു, ഇത് വധിക്കാൻ വേണ്ടി തടവിലിട്ടിരിക്കുന്നു. പത്രോസ് രാത്രികൾ സുഖമായിട്ട് ഉറങ്ങിയെന്നാണ്. മാലാഖ പിടിച്ചേ പറ്റി പുറത്ത് കൊണ്ടുപോയി. പിന്നെ പ്രസംഗിക്കാൻ പോവുകയാണ്. രീതികളെല്ലാം മാറിപ്പോയി. ഇങ്ങനെ ഒരു കീഴ്മേൽ മറിച്ചില് സ്നേഹമുള്ളവരെ അവസാന നാളുകളുടെ അനുഭവമാണ്. പെന്തക്കോസ്തായുടെ സംസ്കാരം അതാണ്. പെന്തക്കോസ്ത സംസ്കാരം, അതിലേക്ക് നമ്മൾ കടന്നു വരണം. അങ്ങനെ കടന്നു വരുമ്പോഴാണ് അവര് ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ, ജീവിക്കുമ്പം അവർ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരായിട്ട് മാറും. നമുക്ക് പരിചയമുള്ള വാക്കി പറഞ്ഞാൽ ലോകത്തെ മാനസാന്തരപ്പെടുത്തുന്നവരായിട്ട് മാറും. നിങ്ങൾ ലോകത്തെ കുറ്റം വിധിക്കേണ്ടവരല്ലേ, വിശുദ്ധർ ലോകത്തെ വിധിക്കേണ്ടവരാണ് എന്ന് പറയുന്നുണ്ട്. ഓർത്തഡോക്സ് സഭയ്ക്കുള്ള ലേഖനത്തില് 6-ാമത്തെ അധ്യായത്തില് 2-ാമത്തെ തിരുവചനം, വിശുദ്ധർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾക്കറിവില്ലേ? നിങ്ങൾ ലോകത്തെ വിധിക്കേണ്ടവരായിരിക്കും. നിസ്സാര കാര്യങ്ങളെ കുറിച്ച് വിധി കൽപ്പിക്കാൻ അയോഗ്യരാകുന്നത് എങ്ങനെ? നിങ്ങൾ ഓരോ വഴക്കും വക്കാണവുമായിട്ട് കോടതിയിൽ പോകുന്ന വിജാതി സഹോദരമൊക്കെ ചെന്ന് നീതിക്ക് വേണ്ടി അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിക്കുന്നു, വേളം വെക്കുന്നു. എന്താ ഇത്? നിങ്ങൾ വീണ്ടും ജഡിക മനുഷ്യരാണ്. നിങ്ങൾ ആത്മീയരായിട്ട് മാറിയിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ ജഡിക കാര്യങ്ങളാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്, ആത്മീയ കാര്യങ്ങളായിട്ടില്ല. ഇതാണ് അടുത്ത കുഴപ്പം. അതുകൊണ്ട് ലോകത്തെ വിധിക്കണം, ലോകത്തെ തലകീഴും മറിക്കണം. അതെങ്ങനെ സംഭവിക്കും? നിങ്ങൾ ഈ ആത്മീയ കാഴ്ചപ്പാട് ജീവിക്കുമ്പോഴാണ്. അതോടെ ലോകത്തെ വിധിക്കേണ്ടവരാണ് നിങ്ങൾ. എന്നുവെച്ചാൽ ഇങ്ങനെ കയറി ഇരുന്നുകൊണ്ട് നീ തെറ്റ് ശരി എന്ന് പറഞ്ഞ് വിധിക്കുന്നതല്ല, മറിച്ച് അവരുടെ ഉള്ളില് തങ്ങളുടെ രീതി ശരിയല്ല, വിലകെട്ടതാണ്, തിരുത്തണം എന്നുള്ള ബോധ്യം കൊടുക്കണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
നമ്മൾ ജ്ഞാനത്തിന്റെ പുസ്തകത്തില് 2-ാമത്തെ അധ്യായത്തിൽ അധർമ്മികളുടെ ചിന്താഗതി എന്ന് പറഞ്ഞ് വായിക്കുമ്പോൾ അവിടെ അധർമ്മികള് പറയുന്നതായിട്ട് കാണാം. 12 പോലെ വാക്കുകൾ 2-ാമത്തെ അധ്യായത്തില്, നീതിമാനെ നമുക്ക് പതിയിരുന്ന് ആക്രമിക്കാം, അവൻ നമുക്ക് ശല്യമാണ്, അവൻ നമ്മുടെ പ്രവൃത്തികളെ എതിർക്കുന്നു, നിയമം ലംഘിക്കുന്നതിനെയും ശിക്ഷണവിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനെയും കുറിച്ച് അവൻ നമ്മെ ശാസിക്കുന്നു, തനിക്ക് ദൈവിക ജ്ഞാനമുണ്ടെന്നും താൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് അവൻ പ്രഖ്യാപിക്കുന്നു, അവൻ നമ്മുടെ ചിന്തകളെ കുറ്റം വിധിക്കുന്നു. കണ്ടോ, വിധിക്കുന്നു. അവൻ നമ്മുടെ ചിന്തകളെ കുറ്റം വിധിക്കുന്നു. അവനെ കാണുന്നതന്നെ നമുക്ക് ദുസ്സഹമാണ്. അവന്റെ ജീവിതം നമ്മുടെ നിന്ന് വ്യത്യസ്തമാണ്, മാർഗങ്ങൾ അസാധാരണവും. അപ്പൊ ഇവർ ചിന്തിക്കുന്ന കാര്യങ്ങള്, അവൻ നമ്മളെ കുറ്റം വിധിക്കുന്നു, നമ്മളെ നിന്ദിക്കുന്നു, ഇതൊക്കെ പറയുന്നത് അവരുടെ അനുഭവമാണ്. അല്ലാതെ നീതിമാനായ വ്യക്തി ഇവരുടെ അടുത്ത് കുറ്റം വിധിക്കുകയോ പുച്ഛിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുന്നില്ല. അവന് നീതിമാന്റെ ആത്മീയ ബോധത്തെ ദൈവ ചൈതന്യത്തിൽ മുന്നോട്ട് ജീവിക്കുകയാണ്. അങ്ങനെ ജീവിച്ചുകൊണ്ട് നീങ്ങുന്നു, തിന്മയ്ക്കൊന്നും കൂടുന്നില്ല, ഇവരുടെ കൂടെ അലമ്പലില്ല, വൃത്തികേടില്ല, കള്ളത്തരമില്ല, എന്ത് നഷ്ടം സഹിച്ചും ദൈവിക ചൈതന്യത്തിൽ ജീവിക്കുന്നു. അവന്റെ ആരോഗ്യമോ ആയുസ്സോ വസ്തുവകളോ ജോലിയൊന്നും അവന് വിഷയമല്ല. ഇതാണല്ലോ രക്തസാക്ഷികളുടെയൊക്കെ അനുഭവം. ഇങ്ങനെയാണല്ലോ. അങ്ങനെ നീങ്ങുന്ന കാണുമ്പോൾ തിന്മയിൽ പോകുന്ന അല്ല തലകീഴായിട്ട് നടക്കുന്നവർക്ക് വല്ലാത്ത അസ്വസ്ഥ വരികയാണ്. ഇതെന്താ ഇങ്ങനെ, ഇതെന്താ ഇങ്ങനെ, ഇതെന്താ ഇങ്ങനെ, ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ശരിയാകുന്നില്ലല്ലോ എന്നുള്ള ആ ദൈവത്തിന്റെ സ്വരം അവിടെ മനസാക്ഷിയിലുണ്ട്. അതിനെ മൂടി വെച്ചിരിക്കുകയാണ്. അതങ്ങ് ഓണാകാൻ തുടങ്ങുകയാണ്. അത് അവനെ കാണുന്നത് തന്നെ നമുക്ക് ദുസ്സഹമാണ് എന്നീ അധർമ്മികൾ പറയുകയാണ്. അവനെ കാണുന്നത് നമുക്ക് ദുസ്സഹമാണ്. ഇത് ശരിക്കും ഇവര് തല നേരെയാക്കി നടക്കുമ്പോൾ അതിൻ്റെ വലിയ സ്വാധീനം ഈ ലോക വഴിയെ പോകുന്നവരിലേക്ക് വന്നിട്ട് അവരെ വിധിക്കുകയാണ്. എന്നിട്ട് അവരെ തിരിച്ച് തല മുകളിലാക്കി ജീവിക്കാനായിട്ട് ഒരു നിർബന്ധിക്കുകയാണ്. അങ്ങനെ അനേകര് തല നേരെയാക്കി ജീവിക്കാൻ തുടങ്ങി. അതാണ് ഇവിടെ തെസ്സലോനിക്കയിലെ ആൾക്കാർ പറയുന്നത്, ഈ ലോകത്തെ തലകീഴ് മറിച്ച മനുഷ്യർ എന്നുള്ളത്. സ്നേഹമുള്ളവരെ, ക്രൈസ്തവർക്ക് ഏറ്റവും യോജിച്ച ഒരു വിശേഷണമാണിത്. പരിശുദ്ധാത്മ അഭിഷേകത്തിലേക്ക് വരുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഒരു വിശേഷണം ചേരുന്നതാണ്. അപ്പൊ അതിന് ചേരുന്നതിൽ നമ്മൾ ആവണം. മറുവശം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മ അഭിഷേകത്തിലേക്ക് വന്നവരാണോ, അവസാന നാളുകളുടെ അഭിഷേകം സ്വീകരിച്ചവരാണോ എന്നറിയാനുള്ള ഒരു മാനദണ്ഡമായിട്ടും നമുക്ക് ഈ കാര്യത്തെ എടുക്കാനായിട്ട് പറ്റും. എൻ്റെ മനോഭാവങ്ങള്, ശൈലികള് എന്തുമാത്രം ജഡിക രീതികളുടേതാണ്, ലൗകിക രീതികളുടേതാണ്, അതോ ആത്മീയ രീതികളുടേതാണോ? നിക്കോദേമോസ് വിശ്രമക്കല് സംസാരിക്കാനായിട്ട് ഒരു ഈശോ പറഞ്ഞില്ലേ, വീണ്ടും ജനിക്കണം. ജഡത്തിൽ ജനിക്കുന്നത് ജഡമാണ്, ആത്മാവ് ജനിക്കുന്ന ആത്മാവും. നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നീ ദൈവരാജ്യം കാണുകയില്ല, അത് പ്രവേശിക്കുകയില്ല. അപ്പം ജഡികമായിട്ട് ജീവിക്കുന്ന അനുഭവത്തെക്കുറിച്ച് വചനത്തിൽ ആഴപ്പെട്ട് ഉള്ള പരാമർശം കാണാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ എത്ര പന്തക്കോസ്തിരുന്നാൾ കൂടിയതാണ്, എത്ര പരിശുദ്ധാത്മ അഭിഷേകം സ്വീകരിച്ചവരാണ്. മാമോസായിലെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു, സ്ഥൈലവനെ സ്വീകരിച്ച പരിശുദ്ധാത്മാവിന് വലിയ അഭിഷേകം നിറഞ്ഞു. പിന്നെ അനേക ധ്യാന അവസരങ്ങളിൽ പരിശുദ്ധാത്മ അഭിഷേക കയ്യൊപ്പും എല്ലാം വഴിയായിട്ട് നമ്മൾ നിറഞ്ഞു, വരദാനങ്ങളെല്ലാം നിറഞ്ഞു. അങ്ങനെ അഭിഷേകത്തിന് ശക്തമായ അനുഭവം ശരീരത്തിനും മനസ്സിനും അരുവിലൊക്കെ നമുക്ക് കിട്ടി. അതെല്ലാം ശരിയാണ്. പക്ഷേ അത് എല്ലാം ശരിയാണെന്ന് പറയുമ്പോഴും ഞാൻ എന്തുമാത്രം ഈ പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്ന, ദൈവം ഉദ്ദേശിക്കുന്ന അവസാന നാളുകൾക്ക് ചേർന്ന വ്യക്തിയായിട്ടുണ്ടെന്ന് അറിയാനുള്ള മാർഗം നമ്മുടെ ചിന്താരീതികളും അഭിരുചികളും പ്രിഫറൻസുകളും മുൻതൂക്കങ്ങളും തീരുമാനങ്ങളും എല്ലാം എന്തുമാത്രം ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ്, മുൻഗണന കൊടുക്കുന്നതാണ്. ജഡികമായ ലോകത്തിൻ്റെതായ ലൗകികമായ കാര്യങ്ങളെ നമുക്ക് മാറ്റിവെക്കാനും അത് നഷ്ടപ്പെട്ടാൽ സാരമില്ലെന്ന് വെക്കാനും അതിൽ വാടിയും കോടിയും പോകാതെയും ഒക്കെ നീങ്ങാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പറ്റുമായിലെ കുഞ്ഞുങ്ങളെ വീണ്ടും സൂക്ഷിച്ച് വീക്ഷിക്കുക. അവരുടെ ആയുസ് തീരാൻ പോവുകയാണ്, മരണം തൊട്ട് മുമ്പിലാണ്. പക്ഷെ അവർ പതറുന്നില്ല, അവർക്ക് ഭയമില്ല, കലക്കമില്ല, പരാതിയില്ല, നിരാശയില്ല. ഫ്രാൻസിസ് കോയപ്പിലൊക്കെ നമ്മൾ കണ്ടു, ഭക്ഷണത്തെക്കുറിച്ചോ കുടിക്കാനുള്ള കാര്യത്തെക്കുറിച്ചോ ഒന്നും, അവനിഷ്ടമുള്ള ഭക്ഷണം ഏതാണെന്ന് അമ്മയ്ക്ക് പോലും ഇഷ്ടമില്ലാത്ത ഏതാ ഇഷ്ടമുള്ളതാണെന്ന് അവൻ്റെ അമ്മയ്ക്ക് പോലും പിടികെട്ടാൻ ഒരു മാർഗവും ഇല്ലായിരുന്നു. അതുപോലെ അവൻ ആ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് മാറിയിരുന്നു.
അപ്പോൾ ഈ മേഖല ചിന്തിക്കുമ്പോൾ നമ്മൾ പറഞ്ഞതാണ്, നമ്മളൊക്കെ എത്ര പെട്ടെന്നാണ് നമ്മുടെ ജഡികത, നമ്മുടെ ശരീരപരത, ഇന്ദ്രിയപരത, നമുക്ക് രുചി വെക്കണം, ഉദ്ദേശിച്ച സമയത്ത് കിട്ടണം, ശരീരത്തിൽ സുഖമുണ്ടാവണം, ആൾക്കാർ നമുക്ക് വിഷമം ഉണ്ടാക്കരുത്, അസൗകര്യം ഉണ്ടാക്കരുത്, നമുക്ക് നമ്മുടെ വീട്, പറമ്പ്, നമ്മുടേതായ അവകാശങ്ങൾ, അവിടെ നിന്ന് ഒരിടത്തൊരു പോരായ്മ വരാൻ പാടില്ല, കൂടെയുള്ള ജീവിത പങ്കാളിയെ, കൂടപ്പുറപ്പുകളോ മാതാപിതാക്കളോ നമ്മോട് അല്പം അഭംഗിയായിട്ടും നമ്മുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടൊക്കെ പെരുമാറുമ്പോഴേക്കും നമ്മൾ അസ്വസ്ഥപ്പെടുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചാരി നിൽക്കുന്നത് നമ്മുടെ ജഡത്തേലാണ്, ഭൗതിക സൗകര്യങ്ങളിലാണെന്നല്ലേ വരുന്നത്. ഇല്ലേ, നമ്മൾ ഒരു സർക്കസ് കൂടാരം, വലിയ കൂടാരം, ഒരുപാട് തൂണുകൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു. അതിൽ ഒരു തൂണും നെടുന്തൂണായിട്ടുണ്ട്. നെടുന്തൂണിന് കേടുപറ്റിയാൽ, ഒടിഞ്ഞു വീണാൽ കൂടാരം മൊത്തം താഴെ പോകും. മറ്റേത് തൂണ് ഒടിഞ്ഞാലും അവിടെ ഇട്ട് ചടങ്ങുന്ന മാത്രമേ കൂടാരം അവിടെ നിൽക്കും. അപ്പൊ ഏത് തൂണ് കുലുങ്ങിയാലാണ് കൂടാരം മൊത്തം കുലുങ്ങുക, ഏത് തൂണ് ഒടിഞ്ഞു പോയാലാണ് കൂടാരം മൊത്തം നിലം പതിക്കുക, ആ തൂണയിലാണ് ആ കൂടാരം നിൽക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഏത് മേഖലയിലെ അല്ല ഏത് കാര്യത്തിലുള്ള ഞെരുക്കമാണ്, അസൗകര്യമാണ് നമ്മളെ വാട്ടിക്കളയുന്നത്, കോടിക്ക് പോകാൻ, നിരാശപ്പെടാൻ, സഹികെടുത്താൻ ഇടവരുത്തുന്നത്, അവിടെയാണ് നമ്മൾ ചാരി നിൽക്കുന്നത്. അത് ഭൗതികമായ കാര്യങ്ങളാണ് എന്ന് വരുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ഇനിയും പെന്തക്കോസ്ത് അഭിഷേകത്തിലേക്ക് കയറി വന്നിട്ടില്ല. അവസാന നാളുകളിലേക്ക് ദൈവം കരുതി വെച്ചതായ പറഞ്ഞതുപോലെ ദാസന്മാരും ദാസികളും പ്രവചിക്കുന്ന നമ്മൾ പറഞ്ഞ് ദൈവികമായ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അത് പങ്കുവെക്കുന്നവരും ജീവിക്കുന്നവരായിട്ട് മാറുന്നു, സ്വർഗീയ ദർശനങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനത്തെ ഒരു അനുഭവത്തിലേക്ക് ആത്മീയമായ കാര്യങ്ങൾ, അഭിലാഷങ്ങൾ, രുചികൾ കുറച്ച് നേരത്തെ പറ്റി അല്പം കാണാനായിട്ട് കടന്ന സെഷനിലേക്ക് ഇത് വരാം. അതുകൊണ്ട് ഞാനിപ്പോൾ അധികം അങ്ങോട്ടും കടന്നു പോകാത്തത്, അങ്ങനത്തെ ഒരു ഏത് മേഖലയിലാണ് നമ്മുടെ താല്പര്യങ്ങൾ വെച്ചിരിക്കുന്നത്, ഇത് നമ്മൾ നല്ലപോലെ തിരിച്ചറിയണം. അപ്പം എത്രയോ വർഷങ്ങളിൽ നമ്മൾ പലരും അനേക വർഷങ്ങളായിട്ട് നവീകരണ ധ്യാനം കൂടുന്നവരും അഭിഷേക പ്രാർത്ഥന സ്വീകരിക്കുന്നവരും എല്ലാമാണ്. പക്ഷെ അഭിഷേകം എന്ന് പറയുന്ന ദാനം നമുക്ക് കിട്ടിയിട്ട് അതുകൊണ്ട് നമ്മൾ എന്തുമാത്രം ആത്മീയരായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ ജീവിതം ഇപ്പോഴും തല കീഴായ അവസ്ഥയിലാണോ? ഏത് കാര്യങ്ങളാണ് നമ്മൾ ചാരി നിൽക്കുന്നത്, ഏത് കാര്യങ്ങൾ നമ്മൾ തൃപ്തി എടുക്കുന്നത്? ഇത് നമ്മൾ സ്നേഹമുള്ളവരെ, ഞാൻ ഇത്രയും പറഞ്ഞ അവിടെ കൊണ്ട് നിൽക്കുകയാണ്. കാരണം ഫ്രാൻസിസ്കോയുടെ ജസീന്തയുടെ ഉദാഹരണം നല്ലപോലെ കണ്ടതാണ്. നമ്മുടെ അനുദിന ജീവിതത്തിലെ നിരവധിയായ കൊച്ചു സംഭവങ്ങളിലേക്ക് നമ്മൾ നല്ലതുപോലെ നോക്കണം. നമ്മൾ നല്ല പ്രാർത്ഥനയും ഈശോയോടുള്ള ഇഷ്ടവും ആത്മീയമായ ബോധ്യങ്ങളും വിശുദ്ധമായ ജീവിതചര്യയും കുദാശ ജീവിതവും എല്ലാം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന വ്യക്തികൾ പോലും അല്പം ഭക്ഷണം ഒക്കെ അത് വന്നാൽ അപ്പോഴേ ഓഫാകുന്നു, പരാതിപ്പെടുന്നു, പെറുപെറുക്കുന്നു, ഒച്ച വെക്കുന്നു, കഴിക്കാതിരിക്കുന്നു. ഇങ്ങനത്തെ പെരുമാറ്റത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണുന്നു. അതിനർത്ഥം എന്താ? അവർ ജഡിക വ്യക്തികൾ തന്നെയാണ്. കൊരിന്തോസിലെ സഭയ്ക്കുള്ള 1-ാം ലേഖനത്തില് 3-ാമത്തെ അധ്യായത്തില് പ്രസംഗം പറഞ്ഞിട്ടുണ്ടല്ലോ, ആത്മീയ മനുഷ്യർ എന്ന പോലെ സംസാരിക്കാൻ എനിക്ക് നിങ്ങൾ സാധിച്ചില്ല. കാരണം നിങ്ങൾ ഇപ്പോഴും ജഡിക മനുഷ്യർ തന്നെ, 3-ാം വാക്യം, നിങ്ങളിപ്പോഴും ജഡിക മനുഷ്യർ തന്നെ, നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡികരും സാധാരണക്കാരുമല്ലേ? ലൗകികരായതുകൊണ്ടല്ലേ നിങ്ങൾ ചിലർ ഞാൻ പൗലോസിന്റെ ആളാണ് എന്നും ചിലർ ഞാൻ അപ്പോളോസിന്റെ ആളാണ് എന്നും പറഞ്ഞ് നടക്കുന്നത്? നോക്കിക്കേ, അസൂയ, തർക്കം, കലഹം, ഞാൻ ഈ ഗ്രൂപ്പാണ്, അത് അവർ ആ ഗ്രൂപ്പാണ്, ഇങ്ങനെയുള്ള വിഭാഗീയ ചിന്താഗതികള്, അങ്ങനെ നീങ്ങുന്ന വ്യക്തികള് ആത്മീയരല്ല, ജഡികരാണ് എന്ന് പൗലോസപ്പോസ്തലൻ തെളിച്ച് പറയുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് സ്നേഹം നല്ലപോലെ നോക്കണം. നമ്മുടെ ഓരോ ദിവസമുള്ള പെരുമാറ്റം, നമുക്ക് ചുറ്റും ദൈവം നൽകിയിരിക്കുന്ന വ്യക്തികളുമായുള്ള നമ്മുടെ പെരുമാറ്റത്തിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം, അത് നമ്മൾ അനുഭവിക്കുന്ന അസ്വസ്ഥത ഏത് മേഖലയായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ ഇത്ര പറഞ്ഞ കാര്യം തിരിയുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും ഞാൻ പറയുകയാണ്, നമ്മുടെ ഫ്രാൻസിസ്കോയും ജസീന്തായും വിശദമായിട്ട് കാര്യങ്ങൾ ഓർമ്മിച്ച് നോക്കിക്കുകയും അവരുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടതായ നിരവധിയായ കാര്യങ്ങൾ
സമാനമായ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പം നമ്മുടെ പെരുമാറ്റം ആ കുഞ്ഞുങ്ങളുടെ പെരുമാറ്റം പോലെയാണോ അതോ പുറമേയുള്ള സാധാരണക്കാർ പെരുമാറുന്ന പോലെയാണോ? നമ്മളെ അസ്വസ്ഥപ്പെടുത്താൻ ഇടവരുത്തുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ മുഖം വാടുന്നത് എപ്പോഴാണ്? നമ്മുടെ മുഖം വാടുന്നത് എപ്പോഴാണ്? തമ്പുരാൻ അഹിതമായിട്ട് തമ്പുരാന്റെ തിരുമനസ്സിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണോ നമ്മുടെ മുഖം വാടുന്നത്? അതല്ലാതെ ഈ പറഞ്ഞ ഭൗതികമായ എന്ത് കാര്യത്തിൽ എന്ത് മാറ്റം വന്നാലും ബുദ്ധിമുട്ടുണ്ട്, അസൗകര്യമുണ്ട്, പക്ഷെ അത് നമ്മുടെ സന്തോഷത്തെ കെടുത്തുന്നില്ല, നമ്മുടെ മുഖം വാടുന്നില്ല, നമ്മുടെ അതൃപ്തിയിലേക്ക് പോകുന്നില്ല, അതിന് നമ്മൾ അപ്പുറം മറികടന്നു. ഇതാണ് ആത്മീയ ശൈലിയുടെ രീതി. വീണ്ടും ജനിക്കുക എന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ജഡികരാണ്, ജഡത്തിൽ ജനിക്കുന്ന ജഡമാണ്, ആത്മാവ് ധരിക്കുന്ന ആത്മാവാണ്. ആത്മാവ് ധരിച്ച വ്യക്തികൾ ആത്മീയ അഭിലാഷങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും, അതിൻ്റെ പുറകെ പോകും. നമുക്കതേക്കുറിച്ച് അടുത്ത സെഷനിൽ കുറച്ചുകൂടെ വിശദമായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഉന്നം വേണം നമുക്ക് വെക്കാനായിട്ട് പെന്തക്കോസ്തായ്ക്ക് ഒരുങ്ങുമ്പോൾ. അല്ലെങ്കിൽ വെറുതെയുള്ള നമ്മുടേതായ രീതിയിലുള്ള ഒരു ആഘോഷവും ഏതാണ്ടൊക്കെ അന്വേഷണവും ഒരു തൃപ്തിയെടുക്കലും മാത്രമായിട്ട് പെന്തക്കോസ്ത തിരുനാൾ തീർന്നു പോകും. നമുക്ക് ഈ വിശുദ്ധരായ വ്യക്തികളുടെയൊക്കെ മാതൃക എടുക്കാം. ഈശോയുടെ ജീവിതശൈലി, സ്റ്റെഫാനോസിൻ്റെ, ഫാത്തിമാലെ വിശുദ്ധർ, അസിസിബിനെ പോലെ വ്യക്തികൾ ലോകത്തെ കുറ്റം വിധിക്കുന്നവരാണ് നമ്മൾ. വാക്കുകൊണ്ടല്ല, പെരുമാറ്റം കൊണ്ടുമല്ല, നമ്മുടെ ജീവിതം കൊണ്ട് അറിയാതെ തന്നെ അവർക്ക് തിരിച്ചറിവ് കിട്ടണം. അപ്പോഴാണ് നമ്മളെപ്പറ്റി പറയേണ്ട വരിക, കീഴ്മേൽ മറിക്കുന്നല്ലോ ഇവർ ഞങ്ങളുടെ ജീവിതത്തെ കൂടെ. ഇവർ വേറെ രീതിയിലാണല്ലോ ജീവിക്കുന്നത്, അത് മനോഹരമാണല്ലോ, അങ്ങനെ ഞങ്ങളും ആകണമല്ലോ, തിരുത്തണമല്ലോ, മാറി വരണമല്ലോ, അങ്ങനെ ചിന്ത കൊടുക്കാനായിട്ട് സാധിക്കുന്നവരാകണം നമ്മൾ. അതാണ് അഭിഷേകത്തിൻ്റെ കരുത്ത്. അത് നമ്മൾ തന്നെ അങ്ങനെ ആയിത്തരണം ആദ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദീപികാനുസരിച്ചുള്ള ഉള്ളങ്ങളെ പ്രാർത്ഥനാപൂർവ്വം ചേർക്കാം. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയെ സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയെ സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ദിവ്യകാരുണ്യ സാന്നിധ്യമായ തിരുവോസ്വരൂപനായി ഞങ്ങളുടെ പക്കൽ കടന്നു വരുന്ന ഈശോയെ, ആരാധന, സ്തുതി, മഹത്വം. അങ്ങ് ഭൂമിയിലേക്ക് മനുഷ്യനായി വന്ന് ജീവിച്ചത് എങ്ങനെയാണ് ഞങ്ങൾ ഈ ഭൂമി ദൈവമക്കളാൽ ജീവിക്കുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണല്ലോ. തല കീഴ് മറിഞ്ഞു പോയ മനുഷ്യവർഗത്തെ വീണ്ടും കീഴ്മേൽ മറിച്ച് തല മുകളിലേക്ക് വരുത്തി ജീവിക്കേണ്ട പോലെ ദൈവത്തിൻ്റെ മക്കൾക്ക് ചേർന്ന രീതിയിൽ അങ്ങനെ ജീവിക്കണം. ഈ ഭൂമിയിൽ ആത്മീയമായ കാര്യങ്ങളൊക്കെ പ്രഥമ പരിഗണന കൊടുത്ത് സ്വർഗീയപിതാവിന് ചേർന്ന മക്കളായി ദൈവത്തുള്ള കൂട്ടായ്മയിൽ ആഴപ്പെട്ട് സഹോദരനെല്ലാവരും ചേർത്ത് പിടിച്ച് ശരീരത്തെയും ലോകത്തെയും ജടികമായ ഭൗതികമായ കാര്യങ്ങളെയും അത് അർഹിക്കുന്ന സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കുക. ഈശോയെ അതിൻ്റെ ഒന്നാമത്തെ മാതൃകയായിരുന്നല്ലോ അങ്ങ്. ആ മാതൃക ആഴത്തിൽ ഉൾക്കൊണ്ട് അനേക വിശുദ്ധര്, സ്റ്റെഫാനസ് മുതൽ അപ്പോസ്തലന്മാരും മറ്റനേക വിശുദ്ധര്, ഇന്നാൾ നിങ്ങൾ ചിന്തിച്ച മധ്യമായ കുഞ്ഞു വിശുദ്ധര് പോലും ഈശോയെ ഞങ്ങളുടെ ജീവിതം എന്തുമാത്രം ഇപ്പോഴും ജഡിക അവസ്ഥയിലാണ്. ഞങ്ങൾ ലൗകിക മാനസരാണ്, ഞങ്ങൾ ഇപ്പോഴും തല കീഴായിട്ട് ജീവിക്കുന്നവരെ ഞങ്ങൾ തിരിച്ചറിയുന്നു. അവിടെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ചുറ്റുമുള്ള കൂടെയുള്ള ആൾക്കാരെയും കീഴ്മേൽ മറിച്ച്
ദൈവികരാക്കി തീർക്കാൻ, ആത്മീയരാക്കി രൂപാന്തരപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കാതെ പോകുന്നു. നല്ല ഈശോയെ, ക്രിസ്തായിലെ അഭിഷേകം സ്വീകരിക്കുമ്പോൾ അപ്പോസ്തലന്മാരിൽ സംഭവിച്ച ഈ വലിയൊരു മാറ്റം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക. ഞങ്ങൾ ആത്മീയമായ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും കാഴ്ചപ്പാടുകളും പരിഗണനകളുമായിട്ട് നീങ്ങാനുള്ള ആ ഒരു വ്യക്തതയും കരുത്തും ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. അമ്മയുടെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ അതിനെ പുതുക്കി പ്രതിഷ്ഠിക്കുന്നു. മക്കളെ ചേർത്ത് പിടിക്കുന്ന നന്ദി പറയുന്നു. വിശുദ്ധ അന്തോനീസെ ഉണ്ണിശ്രാപൊക്കെ ഞങ്ങൾ നിരന്തരം മാധ്യസ്ഥ ഹൃദയപരം നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധ കത്തോലിക്ക സഭയില് ഈ എളിയ ദാസനെ കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിന്റെ അഭിഷേക അധികാരം അനുസരിച്ച് പലാരൂപത്തിലെ വാഗ്വൺ മണ്ഡപ ധ്യാന കേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും വിശുദ്ധ പരമദീപികാരന്റെ തിരു സാന്നിധ്യം കരങ്ങളെ സംഭവിച്ചു ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുമേ അങ്ങനെ ആശീർവാദാസം നൽകുന്നു. കർത്താവ് യേശുമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ പുതിയ നാളുകളുടെ നമ്മുടെ എല്ലാ ആത്മീയ വ്യക്തതകളോടും പരിശ്രമങ്ങളോടും യോഗങ്ങളോടും കൂടെ ഉള്ള പ്രത്യേകമായ ലോകവ്യാപകമായ പ്രാർത്ഥന പോലെ ഇറക്കി ദൈവരാജ്യത്തിലൂടെ ശേഖരിക്കാൻ ഈശോയ്ക്കൊപ്പാണ് ചേർന്നിരിക്കുന്ന WW പിൻകൊണ്ട ഞങ്ങൾ ഓരോരുത്തരും കൊണ്ടുവന്ന് ഓരോ ഇരട്ടിയായിട്ടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതി പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതി പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതി പുകഴ്ച ഉണ്ടായിരിക്കട്ടെ.